ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നോക്ക് റെസിപ്പീസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് സദ്യയിലെ ഒരു സ്പെഷ്യൽ ഐറ്റമായ മധുര കൂട്ടുകറിയുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകറിയുടെ ഇൻഗ്രീഡിയൻസ് വേഗം നോക്കാം. അരക്കപ്പ് കടല നന്നായി കഴുകിയ ശേഷം ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച കടലയാണിത്. കടലയായാലും പയറായാലും 8 മണിക്കൂറിനും കൂടുതൽ സോക്ക് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം കൂടുതൽ സമയം സോക്ക് ചെയ്ത് വെച്ച വെള്ളം കൊഴുത്തു പോവുകയും കടലയ്ക്കും പയറിനുമൊക്കെ ഒരു ബാഡ് സ്മെല്ല് വരികയും ചെയ്യും. അപ്പോൾ പിന്നെ ഇത് വെച്ചുണ്ടാക്കുന്ന കറികൾക്കും ആ ടേസ്റ്റ് കുറവുണ്ടാകും. ഇനി നമുക്ക് ഈ കടല വേവിച്ചെടുക്കണം. എൻ്റെ കയ്യിലെ കടല കുക്കറിൽ 6 വിസിലടിച്ചപ്പോൾ വേവ് കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. കടല വേവിക്കുന്ന സമയത്ത് കുക്കറിലേക്ക് കടലയോടൊപ്പം 1/2 ടീസ്പൂൺ ഉപ്പും 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുത്താണ് ഞാൻ കടല വേവിച്ചെടുത്തത്. ഇനി വേവിച്ചെടുത്ത കടല നമുക്ക് മാറ്റിവെക്കാം. ഇനി അടുത്തതായി ഒരു ചെറിയ കഷ്ണം ചേനയും ഒരു വലിയ പച്ചക്കായയും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു അളവ് വെച്ച് ഒരു 8 പേർക്കൊക്കെ വിളമ്പാവുന്ന കൂട്ടുകറി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പിന്നെ 2 തണ്ട് വേപ്പില, 1 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകം, ഒരു ചെറിയ ചുള ചുവന്നുള്ളി അല്ലെങ്കിൽ ചെറിയുള്ളി, 1 ടീസ്പൂൺ കടുക്, 3 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 3 ടീസ്പൂൺ കടലപ്പരിപ്പ്, 3 വറ്റൽമുളക്, 1 കപ്പ് നാളികേരം, 1.5 ടേബിൾ സ്പൂൺ ശർക്കരപ്പാനി, അതായത് ഒരു 4-5 ടീസ്പൂൺ ശർക്കരപ്പാനി. നിങ്ങളുടെ കയ്യിൽ ശർക്കരപ്പാനി ഇല്ലെങ്കിൽ ശർക്കര പൊടിച്ചോ അല്ലെങ്കിൽ ശർക്കരപ്പൊടിയൊക്കെ ഇപ്പോൾ റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും, അതായാലും നിങ്ങളുടെ മധുരത്തിന്റെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയുമാണ് ഇൻഗ്രീഡിയൻസ് ആയി എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കൂട്ടുകറി ഉണ്ടാക്കാനായി ചേനയും കായയും കുക്കറിൽ വേവിച്ചെടുക്കാം. അതിനായി കുക്കറിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കായയും ചേനയും വേപ്പിലയും 1/2 ടീസ്പൂൺ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും 1/4 ഗ്ലാസ് വെള്ളവും ചേർത്ത് 1 വിസിൽ മാത്രം വരുത്തി വേവിച്ചെടുക്കണം. എനിക്ക് ചേനയും കായയും വല്ലാതെ വെന്തുടയുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് 1 വിസിൽ മാത്രമേ ഞാൻ വരുത്താറുള്ളൂ. പിന്നെ എന്റെ അഭിപ്രായത്തിൽ കൂട്ടുകറിയിൽ ചേനയും കായയും വല്ലാണ്ട് ഉടയാതെ ഇരിക്കുന്നതാണ് കറി കാണാൻ നല്ല ഭംഗി ഉണ്ടാകാനും ഒപ്പം നല്ല ടേസ്റ്റി ആകാനും നല്ലത്. ഇനി നമ്മുടെ കായയും ചേനയും വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്കിതിലേക്കുള്ള നാളികേര അരപ്പ് തയ്യാറാക്കാം. അതിനായി ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നാളികേരത്തിൽ നിന്ന് 1/2 കപ്പ് നാളികേരം ഇട്ടുകൊടുത്ത് അതോടൊപ്പം എടുത്തു വെച്ചിരിക്കുന്ന ജീരകവും ചെറിയുള്ളിയും 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ചതച്ചെടുത്ത് കൊണ്ടുവരാം. നമ്മൾ സാധാരണ വെക്കുന്ന മറ്റ് എലിശ്ശേരികൾക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ മിക്സിയുടെ പൾസ് ബട്ടൺ 4-5 വട്ടം പ്രസ് ചെയ്ത് കൊടുത്താണ് ഇതുപോലെ നാളികേരം ചതച്ചെടുക്കാറുള്ളത്. നാളികേരം ചതഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നാളികേരം ഇങ്ങനെ ചതച്ചെടുക്കുമ്പോൾ വെള്ളം തീരെ കൂടി പോകാതെയും നാളികേരം വല്ലാതെ അരഞ്ഞു പോകാതെ ചതച്ച് തന്നെ എടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കുക്കറിന്റെ പ്രഷറൊക്കെ പോയി കുക്കർ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ കറക്റ്റ് വേവിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കുക്കറിലേക്ക് നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന കടലയും ചതച്ചെടുത്ത നാളികേരവും ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി സ്റ്റവ് ഓൺ ചെയ്ത് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്ത് നാളികേരം ചതച്ചെടുത്തതിൽ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വറ്റിച്ചെടുത്ത് സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി കുറച്ചായി മിക്സ് ചെയ്ത് മധുരം പാകത്തിന് സെറ്റ് ചെയ്തെടുക്കണം. മധുരമൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ആവശ്യത്തിന് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്ത് പാകപ്പെടുത്തിയെടുക്കാം. ഞാൻ പലവട്ടമായി 1.5 ടേബിൾ സ്പൂൺ ശർക്കരപ്പാനി മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ച് നാളികേരം വറുത്ത് ചേർക്കണം. അതിനായി ഞാനൊരു പാനിലേക്ക് 6 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നാൽ ആദ്യം കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ നന്നായി പൊട്ടി വന്നാൽ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കണം. ഞാൻ സാധാരണ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ഒക്കെ ഒന്ന് കഴുകിയെടുത്ത് നന്നായി സ്ട്രെയിൻ ചെയ്താണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കാറുള്ളത്. പിന്നെ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ചേർത്ത് കൊടുത്താൽ ഒരിക്കലും സ്റ്റവ് ഫുൾ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. സ്റ്റവ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ സെറ്റ് ചെയ്ത് ഇത് വറുത്തെടുക്കണം. അല്ലെങ്കിൽ ഇതൊക്കെ കരിഞ്ഞു പോയാൽ നമ്മുടെ കൂട്ടുകറി ഒട്ടും നന്നാകില്ല. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളകും വേപ്പിലയും ചേർത്ത് മൂപ്പിച്ചെടുക്കാം. മുളകൊക്കെ ഇതുപോലെ മൂത്ത് കിട്ടിയാൽ ഇനി നാളികേരം ചേർത്ത് കൊടുക്കാം. 6 ടേബിൾ സ്പൂൺ, അതായത് ബാക്കി 1/2 കപ്പ് നാളികേരമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് ഒട്ടും കരിഞ്ഞു പോകാതെ എല്ലാ ഭാഗവും ഒരുപോലെ മിക്സ് ചെയ്ത് നല്ല ബ്രൗൺ നിറമാകുന്നവരെ വറുത്തെടുക്കണം. പിന്നെ ചതയ്ക്കാനും വറുക്കാനും ഒക്കെ എടുക്കുന്ന നാളികേരത്തിന്റെ അളവും ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കുന്ന പച്ചക്കറികൾക്കനുസരിച്ച് മാറ്റം വരുത്തണം. എനിക്ക് വല്ലാതെ നാളികേരം കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് വറുക്കാനും ചതയ്ക്കാനും കൂടി 250 ml കപ്പിൽ 1 കപ്പ് നാളികേരം മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ നാളികേരം ഇതുപോലെ കളർ ചേഞ്ച് ആയാൽ ഇനി കുക്കറിലെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. വറുത്ത നാളികേരം എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ സദ്യ സ്പെഷ്യൽ മധുര കൂട്ടുകറി ഇതാവിടെ റെഡി. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്ത് ഇത് സെർവ് ചെയ്യാം. ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പും എരിവും മധുരവും ഒക്കെ ഞങ്ങളുടെ പാകത്തിന് പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട്.
കണ്ടില്ലേ, വെജിറ്റബിൾസും കടലയും നാളികേരവും ഒക്കെ നന്നായി വേറെ വേറെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ രീതിയിലും അളവിലും കൂട്ടുകറി തയ്യാറാക്കിയാൽ. അപ്പോൾ ഓണം ദാ ഇങ്ങ് അടുത്തെത്തി. വളരെ എളുപ്പത്തിലും രുചിയിലും തയ്യാറാക്കാവുന്ന ഈ കൂട്ടുകറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കാനും ഒപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എന്നാൽ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.